എത്ര പരിശ്രമിച്ചിട്ടും എത്ര പ്രാക്ടീസ് ചെയ്ത് പോയിട്ടും നമുക്ക് ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിൽ നിന്നുള്ള 1600 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരിക്കലും കുറ്റം നിങ്ങളുടേതല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കുറ്റമല്ല ഇത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ 250 പേരിൽ നമുക്ക് ഓടി ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. 250 പേരെയൊക്കെ വെച്ച് ഓടിക്കുമ്പോൾ നമുക്ക് ഓടി ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് വരുന്നത്. മറ്റൊന്ന് ഭയമാണ്, കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയമാണ്. അത് കൂടുതൽ പേരിലും കണ്ടുവരുന്നില്ല. ഏറ്റവും കൂടുതലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഈ 250 പേരെയൊക്കെ വെച്ച് ഓടിക്കുമ്പോൾ കാല് തടഞ്ഞ് വീഴുക, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒന്നിക്കൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയോടുള്ള അതിയായ സ്നേഹം, അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ രാജ്യത്തിനോടുള്ള അതിയായ സ്നേഹം, ഇത് രണ്ടും ഒന്നിൽ തന്നെ വരുന്നൊരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും മാക്സിമവും നിങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നടന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, പലരും എന്നോട് പല വിഷമങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ചാൽ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അഥവാ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ധനം കൊണ്ടായാലും സാമ്പത്തികമായൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന പലരുമുണ്ട്. അവർക്ക് ഒരു ആശ്വാസം തന്നെയായിരിക്കും നിങ്ങളിപ്പോൾ ചിലവർ അധികം ഹെൽത്തുള്ളവരൊക്കെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന അധിക പേരും ഇപ്പോൾ ഒരു മിഡിൽ ഏജ്, ഇപ്പോൾ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കളാണ് അധികവും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾക്കെല്ലാം ഇവിടെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ കുടുംബം തന്നെ രക്ഷപ്പെടുന്നൊരു നിലയിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലരും ഈ കാര്യം അറിയാതെയാണ് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. രാജ്യത്തിനോടുള്ള ഒറ്റയൊരു സ്നേഹം കൊണ്ട് മാത്രമാണ് പലരും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ചിലവർ മാത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അവർക്ക് രാജ്യത്തോട് സ്നേഹമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് കുടുംബം രക്ഷിക്കാനാണെങ്കിൽ തന്നെ മറ്റെന്തെല്ലാം പണികൾ അവർക്കുണ്ട്, മറ്റെന്തെല്ലാം ജോലി സാഹചര്യങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അവരതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത്, മറ്റ് സൈഡ് വർക്കുകളൊക്കെ എടുത്തിട്ടാണ് ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ജോലിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഇങ്ങനെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ, ചില സുഹൃത്തുക്കളുണ്ട് ഇതിനോട് ഒരു അത്യാവശ്യം ഇതിൽ ചേരണം എന്നൊരാഗ്രഹം മാത്രമേ ഉണ്ട്. പക്ഷേ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരിക്കലും തയ്യാറല്ലാത്ത ചില സുഹൃത്തുക്കളുണ്ട്. ആരും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായും ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ പാസ്സാകാം എന്ന വിഷയത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോയതും മറ്റു കാര്യങ്ങളൊക്കെയായി ഞാൻ മുമ്പൊരു വീഡിയോയിൽ, അഥവാ കഴിഞ്ഞു പോയ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. ഈ ചാനലിൽ തന്നെ ഉണ്ട് ആ വീഡിയോ, തീർച്ചയായും നിങ്ങൾ കാണുക. അപ്പോൾ ആ വിഷയത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. കാരണം പുതിയതായി വരുന്ന ആൾക്കാർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. കാരണം അത്രക്കും നല്ലൊരു ടിപ്സായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന 100-ൽ ഒരു 50% ആൾക്കാരെങ്കിലും തീർച്ചയായും ആർമിയുടെ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ പേരും ഫെയിലായി വന്നതായിരിക്കും. അതിനുള്ള കാരണമെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞു, ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കയറി ഓടി ജയിച്ചെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജയിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം നിങ്ങൾ തോക്കാനുള്ള കാരണം ഇവിടെ എടുത്തു കളയപ്പെടുകയാണ്. തോക്കാനുള്ള കാരണം ഇല്ലാതെ നിങ്ങൾ തോക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ 100% നിങ്ങൾ ഇതിന് വിജയം കൈവരിക്കുമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. ഒന്നിക്കൽ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പലരും ചെയ്യുന്നുണ്ടാവും. ചെയ്യുന്നവരെല്ലാം ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. കാരണം അവരിതൊക്കെ മുൻകൂട്ടി കണ്ട് ചെയ്യുന്നവരാണല്ലോ. ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ,
നിങ്ങളൊരു ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുക. അഥവാ നിങ്ങൾക്ക് വീടിൻ്റെ ഇപ്പോൾ നിങ്ങൾ റോഡായാലും കുഴപ്പമില്ല, ഗ്രൗണ്ട് ഇല്ലെങ്കിൽ റോഡായാലും കുഴപ്പമില്ല. നിങ്ങളൊരു 400 മീറ്റർ ഉള്ളൊരു ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുക. സാധാരണ നമ്മൾ 4 വട്ടം ഓടുന്നത് തന്നെയാണ് ഇവിടെയും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രൗണ്ട് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ പൊതുവേ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും നിങ്ങൾ പോക്കുണ്ടായിരിക്കും. അപ്പോൾ പോയിട്ട് ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കും. ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് സാധാരണ ഇന്ത്യൻ ആർമി എങ്ങനെയാണോ അവിടുന്ന് ഓടി ജയിക്കേണ്ട ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാണോ അത് തന്നെ എല്ലാ ദിവസവും പോയി ഒരു വട്ടം ചെയ്തിട്ട് വരുത്താണ് അധിക പേരും ചെയ്യുന്നത്. കാരണം അവർക്ക് സമയമില്ലാത്തത് കൊണ്ടായിരിക്കും, ചിലവർക്ക് സമയമില്ലാത്ത കാരണം കൊണ്ടായിരിക്കും, ചിലവർ പഠിക്കാൻ പോകുന്നുണ്ട്, ചിലവർ ജോലിക്ക് പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അവിടെ പോയാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ സ്റ്റാമിന ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റാമിന ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഓടുന്നത് ഒരിക്കലും 250-300 ആൾക്കാരുടെ കൂടെയല്ല, നിങ്ങൾ എപ്പോഴും ഫ്രീ ആയിട്ടാണ് ഓടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഇത് ബ്രേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നണമെന്നില്ല. അപ്പോൾ ഈ ഒരു രീതി മാറ്റി നിങ്ങളൊന്ന് ശരിയായി തീരാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, അഥവാ നിങ്ങൾക്ക് ഇതൊന്ന് ഈസിയായി എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗ്രൗണ്ടിൽ ഡെയിലി നിങ്ങൾ പോകണം. ഒരു ദിവസം ഒഴിച്ചാൽ ഇതിൻ്റെ ഫലം പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ദിവസം ഒഴിഞ്ഞു പോയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് അതേപോലെ ചെയ്യാൻ സാഹചര്യമില്ലാതെ ആവുകയോ മനസ്സ് മടുക്കുകയോ ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഡെയിലി കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. നിങ്ങൾ അഥവാ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ്, അഥവാ എന്തെങ്കിലും മനുഷ്യരാണല്ലോ, എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഒരു ദിവസം ഒഴിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല, അത് മനഃപൂർവ്വം നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ പോയതിന് ശേഷം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 15 റൗണ്ട് ഇങ്ങനെ നിങ്ങളൊരു കണ്ടിന്യൂ ആയിട്ടൊരു സ്പീഡ് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക. അഥവാ നിങ്ങൾ ഓടുന്ന സ്പീഡ് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഈ സ്പീഡിൽ തന്നെ നിങ്ങൾ ദിവസവും 15 റൗണ്ട്, അഥവാ 400 മീറ്റർ ചുറ്റളവുള്ള ഈ ഗ്രൗണ്ടിൽ ദിവസവും നിങ്ങൾ 15 റൗണ്ട് ഓടുക. നിർബന്ധമായും നിങ്ങൾ ഓടുക, എങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇതിൽ നിങ്ങൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓടേണ്ടത് വെറും 4 റൗണ്ട് മാത്രമാണ്. നിങ്ങൾ ഈ 15 റൗണ്ട് നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കതപ്പ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. ഈ 4 റൗണ്ട് സ്പീഡിൽ ഓടുമ്പോൾ നിങ്ങൾക്ക് കതപ്പ് ഉണ്ടാവത്തേ ഇല്ല. അപ്പോൾ 15 റൗണ്ട് ഓടാൻ സമയം കിട്ടാത്ത, അഥവാ പല തിരക്കുമുള്ള പല സുഹൃത്തുക്കളും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് 11ആയും 8ആയും ഒക്കെ ചുരുക്കാം. പക്ഷേ അതിലും ചുരുക്കാൻ നിന്നാൽ ഇതിനുള്ളൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ ഓടുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പ്രാക്ടീസിനായാലും ആർമിയുടെ ഇപ്പോൾ 1600 മീറ്റർ ഫിസിക്കൽ ടെസ്റ്റിനായാലും, ഫിസിക്കൽ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ മണ്ണൂറ്റിയിലെ കണ്ടതാണ്. അവിടെ ഒരിക്കലും നമുക്ക് ഷൂ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഷൂ യൂസ് ചെയ്യണം തന്നെയാണ്. അവിടത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഫുള്ള് ചളിയായിരുന്നു. അവിടെ ഷൂ ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ തെന്നിയടിച്ച് വീഴാനുള്ള സാധ്യതയാണ് കൂടുതലും. പക്ഷേ അങ്ങനെയല്ല, നമുക്കിപ്പോൾ നിറയെ കല്ലെല്ലാം ഉള്ള ട്രാക്കാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഷൂ യൂസ് ചെയ്ത് ഓടുക തന്നെ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ട്രാക്കിൽ ഓടുകയാണെങ്കിൽ തീർച്ചയായും, അഥവാ പ്രാക്ടീസ് ടൈമിൽ നിങ്ങൾ ഓടുകയാണെങ്കിൽ തീർച്ചയായും 100% നിങ്ങൾ ഷൂ ഇട്ട് തന്നെ ഓടണം. കാരണം അടുത്തിടെ റിക്രൂട്ട്മെൻറ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഓടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചറി കാലിന് പറ്റിയാൽ നിങ്ങൾക്ക് ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിന് നല്ലവണ്ണം പെർഫോം ചെയ്യാതിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഷൂ യൂസ് ചെയ്ത് ഓടുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ 15 റൗണ്ട് ഡെയിലി ഓടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്റ്റാമിനയും പവറും മറ്റ് കാര്യങ്ങളെല്ലാം അവിടുന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടാവും. അതുമാത്രം പോരാ, നല്ലവണ്ണം ഭക്ഷണവും ആവശ്യമുള്ള നമുക്ക് എനർജി തരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായും കഴിക്കുകയും ചെയ്യണം. അപ്പോൾ അവസാന ദിവസം അടുക്കുമ്പോൾ, അഥവാ റിക്രൂട്ട്മെൻറ്റ് അടുത്ത് വരുമ്പോൾ ഈ 15 റൗണ്ട് നിങ്ങൾ കുറക്കുക. അഥവാ 15 റൗണ്ട് ഒറ്റയടിക്ക് കുറക്കണ്ട. ഇപ്പോൾ 2-3 ദിവസം മാത്രം റിക്രൂട്ട്മെൻറ്റിനുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ടൈം വെക്കുക. ടൈം വെച്ചിട്ട് നിങ്ങൾ ഓടി നോക്കുക. നിങ്ങൾ എത്ര ടൈമിലാണ് 4 റൗണ്ട് ഫിനിഷ് ചെയ്യുന്നത്, എത്ര ടൈമിലാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബെറ്ററായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഓടിയ 15 റൗണ്ടിന് നിങ്ങൾക്കുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള ഗുണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു ഉഴപ്പ് കാണിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. ഇപ്പോൾ സ്പീഡ് കുറക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, നിന്ന് പോവുകയോ നിന്നിട്ട് വിശ്രമിച്ചിട്ട് ഓടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഒരിക്കലും നല്ല സ്പീഡിൽ നിർത്താതെ ഓടണമെന്ന് പറഞ്ഞിട്ടില്ല.
നിങ്ങൾ ചൂസ് ചെയ്ത സ്പീഡ് എത്രയാണോ എന്ന് വിചാരിച്ച് ചെറുങ്ങനെ അധികം സ്പീഡ് കുറച്ചും ഓടാൻ സാധിക്കില്ല. ഒരു മിഡിൽ സ്പീഡിൽ ഇത്ര റൗണ്ട് നമുക്ക് ഓടാനുള്ള നമുക്കുള്ള ഒരു സ്റ്റാമിനയിൽ എത്ര സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സ്പീഡിൽ നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭയമുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഭയമുണ്ട് ഇത് ചെയ്താൽ എനിക്കൊരിക്കലും വിജയിക്കാനാവില്ല, എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രാക്ടീസാ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അതിനും നിങ്ങൾക്കൊരു വഴിയുണ്ട്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ പോയി കഴിഞ്ഞ പാടും നിങ്ങൾക്ക് 4 റൗണ്ട് നിങ്ങൾ സാധാരണ ഓടുന്നത് പോലെ തന്നെ ടൈമൊക്കെ വെച്ച് ഓടാം. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 15 റൗണ്ടോ അല്ല നിങ്ങൾ ഓടുന്ന 11 റൗണ്ടോ 8 റൗണ്ടോ ഡെയിലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ ഓടാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാലിനൊരു സ്ട്രെങ്ത്ത് കിട്ടും. എത്ര ഓടിയാലും നിങ്ങൾ തളരില്ല, കാരണം നിങ്ങളുടെ കാലിന് അത്രമാത്രം സ്ട്രെങ്ത്താണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബോഡി അതിനു വേണ്ടി പാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തലച്ചോറും ശരീരവും എല്ലാം മനസ്സിലാക്കിയെടുക്കുന്നതാണ് ഇവിടെ. എൻ്റെ ബോഡി, എൻ്റെ ശരീരം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓടുവാനുള്ളൊരു ശരീരമാണ്. എനിക്കിങ്ങനെ ദിവസം ഓടേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ ചെയ്യുന്നവർ, ഇപ്പോൾ കല്ല് ചുമക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ബോഡി ഷേപ്പായിരിക്കും. കാരണം അവരുടെ ബോഡി അവിടെ മനസ്സിലാക്കിയെടുക്കുകയാണ്, എൻ്റെ ശരീരം ഇതിനുള്ളതാണ്, എനിക്ക് ഇങ്ങനെ മാറി നിന്നേ പറ്റൂ, ഇങ്ങനെ ശരീരത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തേ പറ്റൂ എന്ന് അവരുടെ ശരീരം മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശരീരവും മനസ്സിലാക്കും, എനിക്കിങ്ങനെ ഓടേണ്ടതായിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ശരീരത്തിന് ഇങ്ങനെയുള്ള ചില സ്റ്റാമിനയും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ശരീരം തന്നെ മനസ്സിലാക്കും. അതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പലരെയും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ ഇടുന്നവരും കല്ല് പണിക്ക് പോകുന്നവരും, മാത്രമല്ല ഇപ്പോൾ ഒരു ഓഫീസിലിരുന്ന് AC-യിൽ ജോലി ചെയ്യുന്നവരും, ഇവരുടെ എല്ലാം ശരീരപ്രകൃതി എന്ന് വെച്ചാൽ പലരുടെയും വ്യത്യസ്തമായിരിക്കും, ഒന്നിലൊന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവർ ദിനം ചെയ്യുന്ന ജോലിയിലൂടെയാണ് അവർക്ക് ആ ഒരു ശരീരപ്രകൃതം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഡെയിലി ഓടിയാൽ നിങ്ങളുടെയും ശരീരം മനസ്സിലാക്കിയെടുക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോൾ ഇങ്ങനെ ചില മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ കൊടുക്കണമെന്ന് നിങ്ങളുടെ ശരീരം മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ കാലിന് സ്ട്രെങ്ത്ത് മാത്രമല്ല, ശരീരത്തിന് ചില മാറ്റങ്ങളും മാത്രമല്ല ലഭിക്കുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള സ്റ്റാമിന അഥവാ അളവിൽ കൂടുതൽ സ്റ്റാമിനയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോലത്തെ സ്റ്റാമിന നിങ്ങൾ ഈ ദിവസവും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ ഈ 4 റൗണ്ട് ഓടുന്നത് ഒന്നുമല്ലാതായി തീരുന്ന അത്ര സ്റ്റാമിനയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിന് പോകുന്ന സമയത്ത് ആദ്യം അവർ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെ ചെക്ക് ചെയ്ത് അകത്ത് കയറ്റുക എന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹൈറ്റ് കൃത്യമാണെങ്കിൽ മാത്രമേ നിങ്ങളെ ഓടുവാനായി അവർ സെലക്ട് ചെയ്യുകയുള്ളൂ. ആദ്യം ഹൈറ്റിൻ്റെ മുകളിൽ ഹൈറ്റ് ചെക്ക് ചെയ്യുന്ന, സാധാരണ രീതിയിൽ ഹൈറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു സാധനം അവരവിടെ വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ തല മുട്ടിച്ച് വേണം നിങ്ങൾ അകത്തേക്ക് കയറാൻ, എങ്കിൽ മാത്രമേ നിങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. അഡ്മിറ്റ് കാർഡ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ ഓടുവാനുള്ള ഗ്രൗണ്ടിൻ്റെ സൈഡിലോ അഥവാ അവിടെ ഒരു ഷെഡോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, അവിടെ നിങ്ങളെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ധൈര്യവും നിങ്ങൾ ജയിക്കുമെന്നുള്ള എല്ലാ ഉറപ്പും നിങ്ങൾക്കുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോഴാണ് നിങ്ങൾ ഈ കാഴ്ച കാണുക. ഒന്ന്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കും, ഉറപ്പായും നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവരുടെ മസിൽസാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെയായിരിക്കും ഈ 1600 മീറ്റർ ഓടുന്നത്, അതും നിങ്ങൾ ശ്രദ്ധിക്കും. ഈ 2 കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മുഴുവനായി തളർന്നു കഴിഞ്ഞിട്ടും ഉണ്ടാവും. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, 100-ൽ ഒരു 80% പേരും ഈ കാര്യങ്ങൾ കൊണ്ടാണ് അവിടുന്ന് തളർന്നു പോകുന്നത്. ഇങ്ങനെ എനിക്കാവില്ല, എന്നെക്കാട്ടിയും കൂടുതൽ പവറും സ്ട്രെങ്ത്തൊക്കെ ഉള്ള ആളാണ് എൻ്റെ ഒപ്പം ഓടുന്നത്, പക്ഷേ എനിക്കൊരിക്കലും ആവില്ല എന്ന് തന്നെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളെ ജസ്റ്റ് അവരൊന്ന് പേടിപ്പിക്കുന്ന ചിലവർ, അങ്ങനെ തന്നെ ചിലവർ വന്നിട്ട് ചെയ്യാറുണ്ട്. ചിലവർ പേടിപ്പിക്കാനായി ഇങ്ങനെ മസിലൊക്കെ പിരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യും. പക്ഷെ അവരൊരിക്കലും, പലരെയും ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്, പലരും ഇങ്ങനെ മസിലൊക്കെ കയറ്റി റിക്രൂട്ട്മെൻറ്റിന് ഇനി ഫിസിക്കൽ ടെസ്റ്റിന് പോകും. പക്ഷേ 1ാമത്തെ റൗണ്ട് പോലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. കാരണമെന്ന് വെച്ചാൽ, ഇവരെക്കുറിച്ച് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ ജിമ്മിലൊക്കെ പോയി ഇങ്ങനെ മസിലൊക്കെ കയറ്റി
ഒരു കാര്യവുമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുറേ പൈസ നഷ്ടപ്പെടുമല്ലാണ്ട് ഇതിനെക്കൊണ്ടൊരു കാര്യവുമില്ല. മസിലൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവർക്ക് സ്റ്റാമിന ഉണ്ടാവില്ല. കാരണം ഇവർ ഗ്രൗണ്ട് വർക്കല്ല ചെയ്യുന്നത്, ഗ്രൗണ്ടിൽ കടന്ന് കഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. ജിമ്മിൽ കടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരിക്കലും ഈ 1600 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആകെയുള്ള ഒരു ഉപകാരമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ആകെ ഒരു ഉപകാരം എന്ന് പറഞ്ഞത് പുള്ളപ്പ് എടുക്കാൻ സാധിക്കുമെന്ന് മാത്രമാണ്. അല്ലാതെ ഈ 1600 മീറ്റർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഗ്രൗണ്ടിൽ കടന്ന് കഷ്ടപ്പെട്ടേ പറ്റൂ. അപ്പോൾ ഇത് ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ചിലവരങ്ങനെ വരാറുണ്ട്. ചിലവർ മസിൽ മാത്രം കയറ്റിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ടിൻ്റെ പകുതി പോലും ഓടാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിയിട്ട് നിങ്ങൾ താൽക്കാലികമായി ഒന്ന് ഗ്രൗണ്ടിൽ പോവുക. റിക്രൂട്ട്മെൻറ്റ് അടുക്കുന്ന സമയം വരെയെങ്കിലും നിങ്ങളൊന്ന് ഗ്രൗണ്ടിൽ പോയി കഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോൾ ഓടുവാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരാൾ വന്ന് പറയും, അഥവാ അവിടെയുള്ള ആർമിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളോട് വന്ന് പറയും ഓടുവാൻ വേണ്ടി നിങ്ങൾ മുമ്പിലേക്ക് വന്ന് നിൽക്കണമെന്നൊക്കെ പറയും. ഇപ്പോൾ നിങ്ങൾ ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്താണുള്ളതെങ്കിൽ മറ്റൊരറ്റത്തേക്കെല്ലാം എത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ മുതൽ തന്നെ ഓട്ടമായിരിക്കും. കാരണം ഫ്രണ്ടിലെത്തുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു, 250 പേരോ 300 പേരെയൊക്കെ വെച്ച് ഓടിപ്പിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലെത്തുക എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് തട്ടും മുട്ടുമൊന്നും ഇല്ലാതെ മുമ്പിൽ നിന്ന് ഒരു മര്യാദയ്ക്കുള്ളൊരു ഓട്ടത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജാമായിപ്പോയി നമുക്ക് തട്ടിയും മുട്ടിയെല്ലാം വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേര് ഫിസിക്കൽ ടെസ്റ്റ് എന്നാണെങ്കിലും പലരും ബുദ്ധിയൊക്കെ ഉപയോഗിച്ചായിരിക്കും ഈ മുമ്പിലെത്തുവാൻ വേണ്ടി പല കളിയും പലരും കളിക്കുന്നതൊക്കെ പലരെയും അനുഭവത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഓടുന്ന തിരക്കിൽ തന്നെ നിങ്ങൾ തട്ടിമുട്ടി വീഴാതിരിക്കുക. കാരണം ഒന്നാമത്തെ റോയിൽ എത്താൻ തന്നെ പലരും അവിടെ നിന്ന് അടിപിടി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ഒന്നാമതെത്തുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അതിനും വഴിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും സ്റ്റാമിന വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പായി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓട്ടം തുടങ്ങാൻ പോവുകയാണെന്ന് നിങ്ങൾ കരുതുക. ഓട്ടം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓട്ടം തുടങ്ങുന്നത് പല രീതിയിലാണ്. അവർ പല രീതിയിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ആർമിയിലുള്ള ഉദ്യോഗസ്ഥർ ഓടുന്നതിന് മുമ്പ് പറയും, നിങ്ങളുടെ മുമ്പിൽ തന്നെ വന്ന് പറയും, ഇങ്ങനൊരു ചിഹ്നം കൊണ്ട് കാണിച്ചാൽ നിങ്ങൾ ഓടണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചിഹ്നം മുമ്പിൽ കാണിച്ചാൽ ഓടണമെന്ന് പറയും. അപ്പോൾ ആ പറഞ്ഞത് തന്നെയായിരിക്കും ഓടാനുള്ള സിഗ്നൽ. ചിലവർ എണീച്ച് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ സിഗ്നൽ കാണിച്ചു എന്നായിരിക്കും ഉത്തരം. എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ തീർച്ചയായും അവിടെ നിന്ന് ഓടാൻ നിൽക്കരുത്. അങ്ങനെ എന്തെങ്കിലും ട്രിക്കി പരമായി നിങ്ങളെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക എന്താണ് അവർ പറയുന്നത് എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായി ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയും, ഈ ഒരു ഫിസൽ ഇങ്ങനെ വലിച്ചാൽ നിങ്ങൾ ഓടണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇങ്ങനെ വലിച്ചാൽ ഓടണമെന്ന് പറയും. രണ്ടാമത് നിങ്ങളുടെ മുമ്പിൽ വലിക്കും. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാളുണ്ടാവും എണീച്ച് ഓടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, ഇവനെന്തിനാണ് ഓടുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. ആരെങ്കിലും ഒരാൾ ഓടുന്നത് കണ്ടാൽ ഒറ്റ ഓട്ടം ബേക്കിലങ്ങ് വെച്ചോടുക. പിന്നെ അവർ അഥവാ അതൊരു സിഗ്നൽ അല്ലെങ്കിലും അവരങ്ങ് കണ്ടിന്യൂസ് ആയി വിട്ടോളും. 2-3 ആൾക്കാർ ഓടിക്കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയി പിന്നെ അത് ശ്രദ്ധിക്കാതെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതൊരു ട്രിക്കാണ്, നിങ്ങൾക്ക് മുമ്പിൽ കയറാനുള്ള ഒരു ട്രിക്കാണിത്. നിങ്ങൾ ഏറ്റവും ബേക്കിലോ സൈഡിലോ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ പെട്ടുപോയാൽ ഒറ്റൊരു വഴിയേ ഉള്ളൂ. അവർ തരുന്ന സിഗ്നൽ എന്താണോ ആ ഒരു സിഗ്നൽ അനുസരിച്ച് നിങ്ങളുടെ മുമ്പിലുള്ള ആളെയെല്ലാം ചാടിക്കടന്നുകൊണ്ട് ആ ഒരു സിഗ്നൽ കിട്ടിയാൽ അപ്പം തന്നെ നിങ്ങൾ ഓടുക. പക്ഷേ ആ സിഗ്നൽ അത്രമാത്രം കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും അവർ തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലവണ്ണം ശ്രദ്ധിക്കുക എന്ന്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു സിഗ്നലാണ് കിട്ടിയതെങ്കിൽ ഈസി ആയിട്ട് ഒരിക്കലും അവർ സിഗ്നൽ തരില്ല. അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുന്നൊരു സിഗ്നലാണ് കിട്ടിയതെങ്കിൽ എല്ലാവരും ചറവറാന്ന് പറഞ്ഞിട്ട് വലിച്ച് ഓടുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളതിൻ്റെ ഗ്യാപ്പിൽ പെട്ട് ഉരുണ്ട് പിടങ്ങി ഇങ്ങനെ പോകുന്നതും കാണാം. അധികം ആളും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ 15 റൗണ്ടാണ്. കാരണം നിങ്ങൾക്ക് കിട്ടിയ സ്റ്റാമിന ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പൊതുവേ അറിയാം ഇപ്പോൾ 400 മീറ്റർ ഉള്ള ഒരു ഗ്രൗണ്ടാണ് ഓടുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരും ഓടുന്ന ഒരു ശൈലി എന്ന് വെച്ചാൽ, ഇടതുഭാഗം നല്ലവണ്ണം ചേർന്നുകൊണ്ട്, എന്നാലല്ലേ നമുക്ക് ഇതിപ്പോൾ കുറഞ്ഞു കിട്ടൂ. ഓടുന്ന ദൂരം കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഇടതുഭാഗം നല്ലവണ്ണം ചേർന്നിട്ടാണ് ഓടുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളും ഈ ഒരു ഗ്യാപ്പിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടത്തിലായിരിക്കും നിങ്ങളും ഉണ്ടാവുക. ഈ ഒരു കൂട്ടം ഏറ്റവും ബേക്കിലായിരിക്കും അതും ഉണ്ടാവുക. മുമ്പിൽ ഓടുന്ന ആളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിപ്പോയാൽ ഒരു 15 പേരാണ് മുമ്പിൽ ഫ്രീ ആയിട്ട് ഓടുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ജയിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം, അഥവാ ഇതിൽ നിന്ന് മാറി മുമ്പിലേക്ക് കയറാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുക. അഥവാ വലത്തോട്ടേക്ക് മാറി
മുമ്പിലേക്ക് കയറിപ്പോയിക്കൊണ്ട് വലത്തോട്ടേക്ക് മാറി കീഞ്ഞും പോവുക. അല്ലെങ്കിൽ മറ്റൊരു വഴിയെന്ന് വെച്ചാൽ ബാക്കോട്ടേക്ക് കീഞ്ഞും വന്ന് വലത്തോട്ടേക്ക് കയറി പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇത് വളരെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ട്രിക്കാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 100 വട്ടം നിങ്ങളെ വാൺ ചെയ്യുന്നു. കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രമാത്രം സ്റ്റാമിന വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ കയറി പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് മാറി വലത്തോട്ടേക്ക് കയറുക. അപ്പോൾ നിങ്ങൾ ഈ 15 ദിവസത്തെ നിങ്ങളുടെ ഈ പ്രാക്ടീസ് കൊണ്ട് നിങ്ങളുടെ കാലൊരിക്കലും വേദന ഉണ്ടാവില്ല, നിങ്ങൾക്ക് കതപ്പുണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല സ്റ്റാമിനയും ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ വിനിയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വലത്തോട്ടേക്ക് മാറി ഈ ഒരു കൂട്ടത്തിനെ കവർ ചെയ്ത് മുമ്പിലേക്ക് ഭയങ്കര സ്പീഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ ഫുൾ കവർ ചെയ്ത് മുമ്പിലേക്ക് കയറുക. എന്നിട്ട് ഏറ്റവും മുമ്പിലുള്ള ആളെ നിങ്ങൾ പിടിച്ച് അവരെപ്പരം ഓടി നിലനിർത്താൻ, നിങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും റിസ്ക്കുള്ള ട്രിക്ക് എന്തിനാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി ഓടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എവിടെ എത്തിയെന്നും കുറച്ച് കൂട്ടം തന്നെ ഉണ്ടാവും. ഒരു 15ഓ 20ഓ ആളൊക്കെ ഉണ്ടാവും. ഏറ്റവും മുമ്പിൽ ഓടുന്ന കുറച്ച് ആൾക്കാരായിട്ടുണ്ടാവും. നിങ്ങൾ പലതും റിക്രൂട്ട്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. കുറേ പേര് ഏറ്റവും മുമ്പിൽ ഓടുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ല ഇവരുടെ സ്ഥാനം എവിടെയാണെന്ന്. നിങ്ങൾക്ക് നോക്കുവാനും സാധിക്കില്ല. നിങ്ങളപ്പോൾ ഓടുന്നതിൻ്റെ തിരക്കിലായിരിക്കും. ഇവരിപ്പോൾ നിങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ പകുതി 1/4 ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ പൊതുവേ ഈ ഒരു ഗ്യാങ് എന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടം എന്ന് വെച്ചാൽ ഏറ്റവും ബേക്കിലുള്ളൊരു കൂട്ടമായിരിക്കും. കാരണം അത്രയും തിങ്ങി നിറഞ്ഞ് ഓടുമ്പോൾ ഏറ്റവും ബേക്കിൽ ഓടുവാനേ സാധിക്കുകയുള്ളൂ. അവിടെ നടക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെ കയറ് വലിച്ച് നിങ്ങളെ ഉള്ളിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ മുമ്പിൽ ഓടുന്ന വ്യക്തി ഗ്രൗണ്ടിൻ്റെ പകുതി 1/4 ഭാഗം കംപ്ലീറ്റ് ചെയ്തു. അവർക്കൊരു കുഴപ്പമാകണ്ട എന്ന് കരുതി നമ്മളെ ഉള്ളിലേക്ക് തള്ളും. അതുമല്ലെങ്കിൽ നമ്മൾക്കാവില്ല എന്ന് കരുതി ഉദ്യോഗസ്ഥർ തന്നെ നമ്മളെ ഉള്ളിലേക്ക് പിടിച്ച് തള്ളുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര റിസ്ക്കുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മുമ്പിലേക്ക് കയറാനുള്ളൊരു വഴിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഞാൻ മറ്റൊരു കാര്യവും പറഞ്ഞത് 15 റൗണ്ട് എപ്പോഴും ഓടുവാനുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നുമല്ലാതെ മറ്റൊരു വഴിയുമുണ്ട് ജയിക്കാൻ. മറ്റൊരു വഴിയെന്ന് വെച്ചാൽ നിങ്ങൾ കയറ് വലിക്കുന്നതിന് മുമ്പിലേക്ക് കയറാനുള്ളൊരു വഴിയെന്ന് വെച്ചാൽ മറ്റൊരു ഉദ്യോഗാർത്ഥിയെ തട്ടിയിട്ടോ അവരെ ചീറ്റ് ചെയ്തോ അങ്ങനെയൊന്നുമല്ല. അഥവാ നിങ്ങൾ അവിടുന്ന് തട്ടിപ്പോയാൽ, എന്തായാലും അത് പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ പറയാമെന്ന് കരുതി നിങ്ങളത് തട്ടിപ്പോയാൽ, ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ തട്ടി നിലത്ത് വീഴ്ത്തിയിട്ടാൽ നിങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ പേരിൽ വിഷമിക്കരുത്. കാരണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ അവസരവും കൂടി നഷ്ടപ്പെടും. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥിയെ നിങ്ങൾ പുറത്ത് വെച്ച് എങ്ങനെയോ പ്രൈവറ്റായി എങ്ങനെയോ കാണുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു ക്ഷമ പറയുക. അല്ലാതെ ട്രാക്കിൽ നിന്ന് നിങ്ങൾ മനസ്സും കൊണ്ട് വിഷമിക്കാൻ നിന്നാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഈ ട്രാക്കിൽ വിജയം കൈവരിക്കുക. ഈ ചെറിയൊരു ട്രിക്ക് കൊണ്ട്, ട്രിക്കെന്ന് വിളിക്കാൻ സാധിക്കില്ല, ഈ ഒരു കാര്യം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം പരീക്ഷിച്ചിട്ടുള്ള 100-ൽ 99% ആൾക്കാരും വിജയിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും തമാശയായി കാണാതെ കുറച്ച് സീരിയസ് ആയി തന്നെ കാണുക. മറ്റൊന്നുമല്ല ഫ്രണ്ട്സ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളും, എങ്ങനെയാണ് ഈ ഒരു ആർമി ജോലി ഞാൻ ആഗ്രഹിക്കാനുള്ള കാരണവും, എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആലോചിച്ച് അവിടെ നിന്ന് ഓടാൻ നിന്നാൽ തന്നെ നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു പ്രശ്നവും നിങ്ങൾക്ക് മറികടക്കാനാവാതെ വരില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അവസാന റൗണ്ടിൽ എത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ പതിയെ സ്ലോയായി ബാക്കോട്ടേക്ക് പോന്നു. അപ്പോൾ അവിടുന്ന് അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ പകുതി 1/4 എത്തി. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് കയറാൻ പോകുമ്പോൾ അവിടുന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ അവിടുന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പാണുള്ളത്. അതും കഴിഞ്ഞാൽ അപ്പാടും അവിടെ കയറ് വലിച്ച് പിന്നെ കയറാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇമാജിനേഷൻ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡബിൾ സ്പീഡിൽ ഓടാൻ സാധിക്കും. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചില വ്യക്തികളെ. ലാസ്റ്റ് റൗണ്ടിൽ ചില ചിന്തകളാണ് അവർ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ആ ചിന്തകളാണ് അവരെ മുമ്പോട്ടേക്ക് കുതിക്കാൻ പ്രേരിപ്പിക്കുന്നതും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പലരും ഇപ്പോൾ ഈ ഒരു ഓട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ വേഗത കുറഞ്ഞു വരുന്നത്. അതൊരു കാരണം വെച്ചാലും നിങ്ങൾ അനുവദിക്കാൻ പാടുള്ളതല്ല. കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വേഗത ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബേക്കിലുള്ള സുഹൃത്തുക്കളെല്ലാം മുമ്പിലേക്ക് കയറിപ്പോവും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, നിങ്ങളുടെ ധൈര്യം, മനോധൈര്യം ഇതൊക്കെ ചോർന്നു പോകുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ എത്ര തളർന്നാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വേഗത കൂട്ടുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരിക്കലും കുറക്കുവാതെ ഓടുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓട്ടമെല്ലാം കഴിഞ്ഞ് നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ, നിങ്ങൾ സെലക്ട് ആയെങ്കിൽ നിങ്ങളെ 2 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഗ്രൂപ്പ് എന്നും സെക്കൻഡ് ഗ്രൂപ്പ് എന്നും തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക എന്നും അതിൽ കുറച്ച് ടിപ്സ് എല്ലാം കൂട്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇന്ത്യൻ ആർമിയുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ സ്റ്റെപ്പ് മുതലുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആദ്യത്തെ വീഡിയോക്ക് അഥവാ ആദ്യത്തെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ വീഡിയോക്ക് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും അത് കാണുക. തൊഴിൽ സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്തിടുക.